ഇത്ര നാളായിട്ട് മീൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം കഴിച്ചില്ലല്ലോ എന്നാണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പിടി കാന്താരി മുളകും ചേർത്തിട്ടുണ്ട്. കാന്താരി എരിവ് നോക്കിയിട്ട് പാകത്തിന് എടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 10-15 ചെറിയുള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. വിനാഗിരി 1 ടേബിൾ സ്പൂൺ അത്രേ ഉണ്ടാവുള്ളൂ. അത് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അഥവാ കാന്താരി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പകരം പച്ചമുളക് എടുക്കാം കേട്ടോ. പക്ഷേ കാന്താരിയുടെ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണോ മീനുള്ളത് അതിനകത്തോട്ട് വരഞ്ഞെടുത്തതിന് ശേഷം ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഏത് മീനിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. വലിയ മീനോ ചെറിയ മീനോ അങ്ങനെയൊന്നുമില്ല, ചെമ്മീനിലടക്കം നമുക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം, ഇതുപോലത്തെ ഒരു ടേസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. ഏകദേശം 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിൽ ഒഴിച്ചതിന് ശേഷം തിരിച്ചും മറിച്ചു വിട്ട് നമുക്കൊന്ന് എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മീൻ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ മീൻ മാത്രം ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. അതിൽ ആ മസാലയൊന്നും നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മീൻ ഇങ്ങനെ ചുമ്മാ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. പകരം നമ്മൾ കൂടെ ഒരു സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ മീൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് അവിടെ ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള ഒരു മിക്സ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോൺഫ്ലോർ ഇല്ലയെന്ന് വിചാരിച്ച് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട. ഇത് നിർബന്ധമൊന്നുമുള്ള സ്റ്റെപ്പല്ല, വേണമെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കോൺഫ്ലോർ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 സൈഡും മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മീനിനെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ ഒരുപാട് മുറുക്കി ഫ്രൈ ചെയ്യാതെ കുറച്ച് സോഫ്റ്റായി ഫ്രൈ ചെയ്യുകയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ മീൻ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അത് മുഴുവനും നമുക്ക് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് കുറുകി വരാനായിട്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. ഇത് വേണം നിർബന്ധമില്ല. അതില്ലാതെ തന്നെ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് വേണമെങ്കിൽ തിക്കാക്കി എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ടൊരു സോസിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും. പിന്നെ ഒരു നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു സ്വീറ്റ് ഫ്ലേവർ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മീനിൻ്റെ മേലെയായിട്ട് ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. പൊറോട്ടക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ സോസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കിടിലൻ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.